ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന ഡിപ്ലോമ ബ്രാഞ്ചിൻ്റെ ആറാമത്തെ സെമസ്റ്ററിലെ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റോറേജ് ഡിവൈസസ്. ആദ്യത്തെ മൊഡ്യൂള് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആദ്യത്തെ മൊഡ്യൂള് പവർ സപ്ലൈ ആൻഡ് IO ഡിവൈസസ് ആണ്. രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് മദർ ബോർഡ് ഓർഗനൈസേഷൻസ് ആണ്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് സ്റ്റോറേജ് ഡിവൈസസ്. ഇനി പഠിക്കാൻ പോകുന്നത് നമ്മൾ സ്റ്റോറേജ് ഡിവൈസസ് ആണ്. ഓക്കെ, അതിൻ്റെ സിലബസ് നോക്കാം. സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം ഫാറ്റ്, ബൂട്ട് സെക്ടർ, ഡയറക്ടറി ഏരിയ ആൻഡ് ഡാറ്റ ഏരിയ. എന്താണ് ഫാറ്റ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ഏറ്റവും ആദ്യത്തെ ഫയൽ സിസ്റ്റമാണ് ഫാറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞു വന്ന് ഫാറ്റ് 16 എന്താണെന്ന് ചോദിച്ചു, ഫാറ്റ് 32. പിന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെ സ്ട്രക്ചറിലേക്കാണ് ചെല്ലുന്നത്, ഹാർഡ് ഡിസ്കിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറിലേക്ക്. അതിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ മെക്കാനിസം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ പോകുന്നത് CD ഡ്രൈവ് അല്ലെങ്കിൽ CD ROM എന്താണ്, പിന്നെ എങ്ങനെയാണ് അതിൻ്റെ റൈറ്റിംഗ് മെക്കാനിസം എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നത്. ഓക്കെ, അതിനുശേഷം പിന്നെ ബ്ലൂറേ എന്താണെന്ന് പറയുന്നുണ്ട്, പിന്നെ USB ഡ്രൈവുകൾ ഏതൊക്കെയാണ് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അവസാനം പെൻ ഡ്രൈവ്, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്. അങ്ങനെ നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഒരുവിധം എല്ലാ സ്റ്റോറേജ് മീഡിയസിനെ കുറിച്ചും വിവരിക്കുന്ന ഒരു മൊഡ്യൂളാണ് സ്റ്റോറേജ് ഡിവൈസസ് ആൻഡ് ESD എന്ന് പറയുന്ന മൂന്നാമത്തെ മൊഡ്യൂൾ. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് ഫാറ്റ്? ഓക്കെ, ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ സിസ്റ്റത്തിൻ്റെ പേരാണ് ഫാറ്റ് എന്ന് പറയുന്നത്. ഫയൽ സിസ്റ്റം. എന്താണ് ഫയൽ സിസ്റ്റം? ഒരു ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് ഡാറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യണം എന്ന് വിവരിച്ച് വെക്കുന്ന ഒരു ടേബിളാണ് അല്ലെങ്കിൽ ഒരു കണ്ടൻ്റാണ് എന്ന് പറയുന്നത് ഒരു ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഫയൽ സിസ്റ്റത്തിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ഒരു ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് ഏത് രീതിയിലൊക്കെ ഫയൽ സ്റ്റോർ ചെയ്യുന്നത്, അതിൻ്റെ ലൊക്കേഷൻസ് എവിടെയൊക്കെയാണ്, എത്ര ട്രാക്കുകളുണ്ട്, എത്ര സെക്ടറുകളുണ്ട്, ഇങ്ങനെയുള്ള ഹാർഡ് ഡിസ്കിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടേബിളാണ് എന്ത്, ഈ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ ഒരു സിസ്റ്റമാണ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയൽ സിസ്റ്റം അനുസരിച്ചാണ് ഒരു ഹാർഡ് ഡിസ്കിനകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അങ്ങനെ ഒരു വിൻഡോസ് ഫോളോ ചെയ്യുന്ന ആദ്യം അവർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ആദ്യത്തെ വേർഷൻസിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഫയൽ സിസ്റ്റമാണ് ഇത് ഈ ഫാറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് ഫയൽ അലോക്കേഷൻ ടേബിൾ എന്നാണ്. ഈ ടേബിളിൻ്റെ അകത്താണ് ഈ വിൻഡോസ് ഒരു ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് അല്ലെങ്കിൽ വിൻഡോസിൽ ഉപയോഗിക്കുന്ന ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് എങ്ങനെയൊക്കെ ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ ഫാറ്റ് എന്ന് പറയുന്ന ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്താണ്. അതിൻ്റെ 3 വേർഷൻസാണ് നമ്മൾ ഈ മേലെ പറഞ്ഞിരിക്കുന്നത്. ഫാറ്റ് 12, ഫാറ്റ് 16, അതുപോലെ ഫാറ്റ് 32 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഒരു മെയിൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡാറ്റ സ്റ്റോർ ചെയ്യുക, ഡാറ്റ റീഡ് ചെയ്യുക. അപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോഴും റീഡ് ചെയ്യുന്ന സമയത്തും ഇത് എവിടെയാണെന്ന് ആദ്യം അന്വേഷിച്ച് കണ്ടുപിടിക്കണം ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത്. അതാണ് സീക്കിംഗ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ഹാർഡ് ഡിസ്കിൻ്റെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ഒരു വീടിന് പോലും അഡ്രസ്സോ ഒന്നുമില്ലെന്ന് വിചാരിക്കാം, ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയതായി വന്ന ഒരു വില്ലേജ് ഓഫീസറിന് ആ ഒരു വീട് കണ്ടുപിടിക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെടണം, എല്ലാ വീട്ടിലും കയറി ഇറങ്ങണ്ടേ. അപ്പം അതിന് പകരം എന്ത് സംഭവിക്കും, നമ്മളെല്ലാ വീട്ടിനും ഒരു അഡ്രസ്സും ഒരു നമ്പറും ഇട്ടിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ വീടുകളുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഒരു വീട് ഐഡൻറ്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. എന്ന് പറയുന്ന പോലെ ഈ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തുള്ള ലൊക്കേഷൻസിന് ഒരു അഡ്രസ്സും ഇല്ലെന്ന് വെക്കാം, ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പറും ഇല്ലാന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഹാർഡ് ഡിസ്ക് ഒരു 1 TB ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ആ 1 TB കംപ്ലീറ്റ് തിരഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ എത്താൻ കഴിയത്തുള്ളൂ. പക്ഷേ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫയൽ സിസ്റ്റം അസൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിരവധി ഫയൽ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ അതിൽ വിൻഡോസ് ഫോളോ ചെയ്ത അല്ലെങ്കിൽ വിൻഡോസിൻ്റെ ആദ്യത്തെ വേർഷൻസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ആദ്യത്തെ വേർഷൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫയൽ സിസ്റ്റത്തിൻ്റെ പേരാണ് ഫാറ്റ് എന്ന് പറയുന്നത്, ഫയൽ അലോക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അതിൻ്റെ വേർഷൻസാണ് ഫാറ്റ് 12, ഫാറ്റ് 16, ഫാറ്റ് 32 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫയൽ സിസ്റ്റം ഉപയോഗിക്കുന്നതോടുകൂടി എന്ത് സംഭവിക്കും, ഈ സീക്കിംഗ് ടൈം വളരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ നമ്മൾ 1 TB മുഴുവൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എടുക്കുന്ന സമയത്തിൻ്റെ വളരെ കുറഞ്ഞ മില്ലി സെക്കൻഡുകൾ കൊണ്ടെന്ന് സംഭവിക്കും ആ പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് പോയിട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യാനും
റീഡ് ചെയ്യാനും പറ്റും. ഇനി ഈ ഫാറ്റിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ഞാൻ പറഞ്ഞു വെക്കാം. എന്നാൽ മാത്രമേ നമ്മൾ ഫാറ്റ് 12 അല്ലെങ്കിൽ ഫാറ്റ് 16, ഫാറ്റ് 32 ഡീറ്റെയിൽസ് പറയുന്ന സമയത്ത് അതിൻ്റെ ടെക്നിക്കൽ ടേം മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് ഞാൻ എന്താണ് ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ. ഒരു ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് തുറന്നു കഴിഞ്ഞാൽ പ്ലേറ്ററുകളാണ്. അപ്പോൾ ആ പ്ലേറ്ററിൻ്റെ മുകളിലാണ് നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ആ പ്ലേറ്ററിൻ്റെ മുകളിൽ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉണ്ടാവും, അതിൻ്റെ മുകളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ പ്ലേറ്റർ ഒരുപാട് പ്ലേറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് നമുക്കിവിടെ കാണാം, ഇതൊരു പ്ലേറ്റിൻ്റെ ഒരു പ്ലേറ്റാണ് കാണുന്നത്. ഈ പ്ലേറ്റിൻ്റെ ഈ ഒരു റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് ഒരു ട്രാക്ക് എന്ന് പറയും, ട്രാക്ക്. ഓക്കെ, ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് ഡിസ്ക് സെക്ടർ എന്ന് പറയും, ഡിസ്ക് സെക്ടർ. ഓക്കെ, ഇതൊരു ഡിസ്ക് സെക്ടറാണ്. പിന്നെ ഈ ട്രാക്കിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, ഇത്രയും പോർഷൻ അല്ലെങ്കിൽ ഇത്രയും ഒരു പോർഷൻ എന്ത് വിളിക്കും, അല്ലെങ്കിൽ ഇത്രയും ഒരു പോർഷൻ എന്ത് വിളിക്കും, ഒരു ട്രാക്ക് സെക്ടർ എന്ന് പറയും. ഡീഫോൾട്ടായിട്ട് നമ്മൾ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും ഒരു ട്രാക്ക് സെക്ടറിനെയാണ് നമ്മൾ ഡീഫോൾട്ടായിട്ട് സെക്ടർ എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതെന്താണ് ഒരു ട്രാക്ക് സെക്ടറാണ്, അല്ലാതെ ഒരു ഡിസ്ക് സെക്ടർ അല്ല. ഓക്കെ, പ്രത്യേകം മനസ്സിലാക്കണം. ഒരു ട്രാക്ക് സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രാക്ക് സെക്ടറിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് സെക്ടർ എന്ന് പറയുന്നത്. ഇനി നോക്കി, ഇവിടെ ഒന്നിൽ കൂടുതൽ സെക്ടറുകൾ കൂടി ചേർന്ന് ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പേരാണ് എന്ത്, ക്ലസ്റ്റർ എന്ന് പറയുന്നത്. എന്താണ് ക്ലസ്റ്റർ? അപ്പോൾ എന്താണ് ക്ലസ്റ്റർ? ഒന്നിൽ കൂടുതൽ സെക്ടറുകൾ ചേർന്നുണ്ടാകുന്ന സംഗതിയാണെന്ത്, ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ഓഫ് സെക്ടറിനെ നമ്മൾ എന്ത് വിളിക്കും, ക്ലസ്റ്റർ എന്ന് വിളിക്കും. ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്, സെക്ടർ എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമാണ്, ഒരു ട്രാക്കിൻ്റെ ഭാഗമാണ്. സെക്ടർ എന്ന് പറയുന്നത് ട്രാക്കിൻ്റെ ഭാഗമാണ്. ഇനി എപ്പോഴെങ്കിലും ഈ ഡിസ്ക് സെക്ടറിനെയാണ് പറയുന്നതെങ്കിൽ അത് പ്രത്യേകം പറയും, ഡിസ്ക് സെക്ടർ എന്ന് പ്രത്യേകം എടുത്തു പറയും. ഓക്കെ, അല്ലാതെ സെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ട്രാക്കിൻ്റെ ഒരു സെക്ടറാണ് എന്ത്, സിമ്പിളായിട്ട് സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എന്താണ് സിലിണ്ടർ? സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ പ്ലേറ്ററുകളുടെ ട്രാക്കുകൾ, അതായത് ഒരേ ഡയമീറ്ററിലുള്ള ട്രാക്കുകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറാണെന്ത്, അല്ലെങ്കിൽ ഒരു ലോജിക്കൽ സ്ട്രക്ചറാണെന്ത്, ഒരു സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ 2, 3, 4 പ്ലേറ്ററുകളുടെ ഒരേ ഡയമീറ്ററിലുള്ള ട്രാക്കുകൾ ചേർന്ന് ഉണ്ടാക്കുന്ന ഒരു ലോജിക്കൽ സ്ട്രക്ചറാണെന്ത്, സിലിണ്ടർ എന്ന് പറയുന്നത്. സിലിണ്ടർ 0, സിലിണ്ടർ 1, സിലിണ്ടർ 2 എന്ന് പറയുന്നത്. അതായത് സിലിണ്ടർ 0 എന്ന് പറയുന്നത് പ്ലേറ്ററിൻ്റെ അല്ലെങ്കിൽ പ്ലേറ്ററിൻ്റെ ഔട്ടർ മോസ്റ്റ് ട്രാക്കുകൾ ചേർന്നുണ്ടാക്കുന്ന സിലിണ്ടറാണ് ട്രാക്ക് 0 അല്ലെങ്കിൽ സിലിണ്ടർ 0 എന്ന് പറയുന്നത്. ട്രാക്കുകൾ എണ്ണുന്നത് അതിൻ്റെ ഔട്ടർ സൈഡിൽ നിന്നാണ്. ഔട്ടർ സൈഡിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ട്രാക്കാണ് എന്ത്, ഒരു 0th ട്രാക്ക് എന്ന് പറയുന്നത്. അതിന് ഉള്ളിലേക്ക് വരുന്തോറും ട്രാക്കിൻ്റെ എണ്ണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൂടി വരെ ചെയ്യാം. ഓക്കെ, അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രാഥമികമായിട്ട് ഒരു ഡിസ്കിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞിരിക്കേണ്ട ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അത് എന്തൊക്കെയാണെന്ന് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. ഈ ട്രാക്ക്, സെക്ടർ, ക്ലസ്റ്റർ, അതുപോലെ സിലിണ്ടർ എന്താണ് ട്രാക്ക് എന്ന് പറയുന്നത്? ഈച്ച് പ്ലേറ്റർ ഓഫ് എ ഹാർഡ് ഡിസ്ക് ഈസ് ഡിവൈഡഡ് ഇൻ ടു തൗസൻഡ്സ് ഓഫ് ടൈറ്റ്ലി പാക്ഡ് കോൺസെൻട്രിക് സർക്കിൾസ് ഇസ് നോൺ ആസ് ട്രാക്ക്. അതായത് ഒരു ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് നിരവധി നിരവധി ട്രാക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ട്രാക്കുകളും എന്താണ്, ടൈറ്റ്ലി പാക്ഡ് ആണ്. അപ്പോൾ ഈ ട്രാക്കുകൾ എന്ന് പറയുന്നത് എന്താണ് ശരിക്കും, നമ്മുടെ മരത്തിൻ്റെ ആനുവൽ റിങ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ ആനുവൽ റിങ്സിനെ പോലെയുള്ള കുറേ ഇങ്ങനെ വട്ടത്തിലുള്ള ഒരു ട്രാക്കുകളാണ്, ഡിസ്കിലുള്ള ട്രാക്കുകളാണ് നമ്മൾ വിളിക്കുന്നത് ട്രാക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഓൾ ദി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദാറ്റ് ഹാർഡ് ഡിസ്ക് ഈസ് റെക്കോർഡ് ഇൻ എ ട്രാക്ക്. അതായത് ട്രാക്ക് വൈസ് ട്രാക്കാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഡിസ്കിൻ്റെ അകത്ത് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം പറയാം. ഔട്ടർ മോസ്റ്റ് ട്രാക്കിൻ്റെ അകത്ത് ആദ്യം സ്റ്റോർ ചെയ്യും, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ട്രാക്കിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെ ട്രാക്ക് വൈസ് ആണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വരുന്നത്. നമുക്ക് ആദ്യമായിട്ട് അങ്ങനെ പറയാം, കുറച്ചുകൂടെ മാറ്റം വരുത്തും കുറച്ച് കഴിഞ്ഞാൽ. ദ നമ്പർ ഓഫ് ട്രാക്സ് ഗോസ് ഇൻ ടു ഇൻക്രീസ് ഇൻ ടു ദ ഇന്നർ സൈഡ്. അതായത് ഔട്ടറിന്ന് ഇന്നറിലേക്ക് പോകുന്തോറും ഡിസ്കിൻ്റെ ട്രാക്കുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അസെൻഡിങ് ഓർഡറിലാണ് പോവുക. ഈച്ച് ട്രാക്ക് ക്യാൻ ഹോൾഡ് എ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ കൗണ്ടിങ് ടു തൗസൻഡ്സ് ഓഫ് ബൈറ്റ്സ്. അതായത് ഓരോ ട്രാക്കിൻ്റെ അകത്തും തൗസൻഡ്സ് ഓഫ് ബൈറ്റ് ഡാറ്റ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് ട്രാക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി സെക്ടർ എന്താണ്? ഈച്ച് ട്രാക്ക് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു സ്മാളർ യൂണിറ്റ്സ് കാൾഡ് സെക്ടേഴ്സ്. നേരത്തെ ഫസ്റ്റ് ഫിഗറിൽ കണ്ട പോലെ
ആണ് പറയുന്നത് ട്രാക്കുകൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ട് എന്തായിരിക്കുന്നു സ്മോളർ യൂണിറ്റ്സ് ആക്കി മാറ്റിയിരിക്കുന്നു. ആ ഓരോ യൂണിറ്റിനാണ് വിളിക്കുന്നത് സെക്ടർ എന്ന് വിളിക്കുന്നത്. ഈ സെക്ടറാണ് ഹാർഡ് ഡിസ്കിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്, ഒരു സെക്ടർ. ഇപ്പോൾ ഈ നമ്പർ ഓഫ് സെക്ടേഴ്സിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ ടോട്ടൽ ഹാർഡ് ഡിസ്കിൻ്റെ സൈസ് കിട്ടും, അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ ഒരു ട്രാക്കിനകത്ത് എന്തുണ്ടായിരിക്കും, തൗസൻഡ്സ് ഓഫ് സെക്ടേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈച്ച് സെക്ടർ ക്യാൻ ഹോൾഡ് മോർ ദാൻ ഓർ ഈക്വൽ ടു 512 ബൈറ്റ്, അതായത് 512 ബൈറ്റ് ആണ് ഇതിൻ്റെ ഒരു സെക്ടറിൻ്റെ സൈസ് എന്ന് പറയുന്നത്, മിനിമം സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ ഫാറ്റ് ഫയൽ സിസ്റ്റം, ഒരു ഫാറ്റ് ഫയൽ സിസ്റ്റം ഉപയോഗിച്ചാണ് നമ്മളൊരു ഹാർഡ് ഡിസ്കിനെ പാർട്ടീഷൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് വരുന്ന മാക്സിമം സെക്ടറിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്, 64 എണ്ണമാണ്. 64 സെക്ടറുകളാണ് ഒരു ക്ലസ്റ്ററിനകത്ത് ഉണ്ടാകും. അപ്പോൾ എന്താ ക്ലസ്റ്റർ എന്ന് അറിയണ്ടേ, ഇനി നമുക്ക് ക്ലസ്റ്ററിലേക്ക് പോകാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ടൈപ്പ് ഓഫ് സെക്ടറുകളുണ്ട്. അതൊക്കെയാണ് ഡിസ്ക് സെക്ടറുകളും ട്രാക്ക് സെക്ടറുകളും. ഇപ്പോൾ ഡിസ്ക് സെക്ടർ ആണെങ്കിൽ നമ്മൾ പ്രത്യേകം പറയും ഡിസ്ക് സെക്ടർ ആണെന്ന്, പക്ഷേ ട്രാക്ക് സെക്ടർ നമ്മൾ ട്രാക്ക് സെക്ടർ എന്ന് പറയില്ല, സിമ്പിളായിട്ട് സെക്ടർ എന്ന് മാത്രമേ പറയത്തുള്ളൂ. അപ്പോൾ ട്രാക്ക് സെക്ടർ ഈസ് ബേസിക് എലമെൻറ്റ് ഓഫ് ദ ഡാറ്റ സ്റ്റോറേജ് ഓൺ എ ഹാർഡ് ഡിസ്ക്. ഓക്കെ, ഇനി ക്ലസ്റ്റർ എന്താ നോക്കാം. എ ക്ലസ്റ്റർ ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെക്ടേഴ്സ്. നേരത്തെ പറഞ്ഞു ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒന്നോ അതിൽ കൂടുതലോ സെക്ടറുകൾ ചേർന്നുണ്ടാകുന്നതാണ് എന്ത്, ഒരു ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഒന്നോ അതിൽ കൂടുതലോ സെക്ടറുകൾ ചേർന്നാണ് ഒരു ക്ലസ്റ്റർ ഉണ്ടാകുന്നത്. അപ്പം ഈ നമ്മളൊരു ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് എവിടെ വെച്ചാൽ പാർട്ടീഷൻ ചെയ്യുന്നത്, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനകത്ത് വെച്ചാൽ പാർട്ടീഷൻ ചെയ്യുന്നത്. ഇങ്ങനെ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യും, ഓരോ ക്ലസ്റ്ററിനും ഇങ്ങനെ ക്ലസ്റ്ററുകളും സെക്ടറുകളും എല്ലാം ഉണ്ടാക്കി മാറ്റും. ആര്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്തിന്, ഈ ഹാർഡ് ഡിസ്കിൻ്റെ അകത്തിന് ഹാർഡ് ഡിസ്കിൻ്റെ പാർട്ടീഷനെ എന്താക്കി മാറ്റും, ക്ലസ്റ്ററുകളും സെക്ടറുകളാക്കി മാറ്റും. ഈ ഇങ്ങനെ ക്ലസ്റ്ററും സെക്ടറുകളാക്കി മാറ്റുന്ന സമയത്ത് ഓരോ ക്ലസ്റ്ററിനും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഓരോ നമ്പർ അസൈൻ ചെയ്യും, ഒരു യുണീക്ക് നമ്പർ അസൈൻ ചെയ്യും ഓരോ ക്ലസ്റ്ററിനും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഹാർഡ് ഡിസ്കിന് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രത്യേക ഓരോ ലൊക്കേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്ത് ഉപയോഗിച്ചുകൊണ്ട്, ഈ യുണീക്ക് നമ്പർ ഉപയോഗിച്ചുകൊണ്ട്. എന്തിനാണ് നമ്മൾ ഈ നമ്പർ ചെയ്യുന്നത്, ഈ ക്ലസ്റ്ററിനാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്, അല്ലാതെ സെക്ടറിനല്ല, ക്ലസ്റ്ററിനെയാണ് നമ്മൾ നമ്പർ ചെയ്യുന്നത്. അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള അഡ്രസ്സബിൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ക്ലസ്റ്ററാണ്. സെക്ടർ എന്ന് പറയുന്നത് ഒരു ഹാർഡ് ഡിസ്കിൻ്റെ ബേസിക് യൂണിറ്റ് ആണ് സെക്ടർ. പക്ഷേ അഡ്രസ്സ് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ക്ലസ്റ്ററാണ്. ക്ലസ്റ്ററിനാണ് നമ്മൾ അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് വിളിക്കുക. ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്, എത്ര ക്ലസ്റ്ററുകളുണ്ടോ അതുപോലെ അതിൻ്റെ ക്ലസ്റ്റർ സൈസ് എത്രയാണോ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ പോലെ സെക്ടറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു പാരാമീറ്റർ വെച്ചിട്ടും ഈ ഹാർഡ് ഡിസ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റിയെ നമുക്ക് അളക്കാൻ പറ്റും. ആദ്യം ഇറങ്ങിയിരിക്കുന്ന ഡോസ്, പിന്നെ വന്ന വിൻഡോസ് എല്ലാം എന്ത് ചെയ്യുന്നതാണ്, ഈ ഫാറ്റ് ഫയൽ സിസ്റ്റത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ഫാറ്റ് ഫയൽ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടീഷൻ ചെയ്ത ഹാർഡ് ഡിസ്കുകളാണ് ആര് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, ഡോസ് അല്ലെങ്കിൽ വിൻഡോസ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദ സൈസ് ഓഫ് ഈച്ച് ക്ലസ്റ്റർ ഡിപ്പെൻഡ്സ് ഓൺ ദ ഡിസ്ക് പാർട്ടീഷൻ. അതായത് ക്ലസ്റ്ററിൻ്റെ സൈസ്, ഞാൻ പറഞ്ഞു ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് ഡിഫറെൻറ്റ് സൈസ് ഉണ്ടാവാം. കാരണം എന്താണ്, ഡിഫറെൻറ്റ് സെക്ടറുകളായിരിക്കും അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതായത് ഒരു ക്ലസ്റ്ററിൻ്റെ അകത്ത് ഒരു സെക്ടർ മുതൽ 64 സെക്ടർ വരെ ആവാം. അപ്പോൾ ആ സെക്ടറിൻ്റെ എണ്ണം മാറി മറിയുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും, ക്ലസ്റ്ററിൻ്റെ സൈസ് മാറി മറിയും. ഈ ക്ലസ്റ്ററിൻ്റെ സൈസും സെക്ടറിൻ്റെ സൈസൊക്കെ മാറി മാറാനുള്ള കാരണം എന്താണ്, ഡിസ്ക് പാർട്ടീഷൻ നമ്മൾ ഉണ്ടാക്കാൻ പോകും. നമ്മൾ സെക്ടറിനെയും അല്ലെങ്കിൽ ക്ലസ്റ്ററിനെ അസൈൻ ചെയ്യുന്നില്ല. നമ്മൾ എന്തിനാ അസൈൻ ചെയ്യുന്നുള്ളൂ, നമ്മൾ പാർട്ടീഷൻ സൈസ് മാത്രം അസൈൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യാണ്, പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാണ്. പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളൊരു 100 GB അല്ലെങ്കിൽ ഒരു 2 GB 3 GB അല്ലെങ്കിൽ ഇപ്പോൾ 100 GB 50 GB അങ്ങനെ പറയുന്ന പാർട്ടീഷൻ സൈസ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, അസൈൻ ചെയ്ത് കൊടുക്കത്തുള്ളൂ. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എത്ര ക്ലസ്റ്റർ ഉണ്ടാവണം, എത്ര സെക്ടർ ഉണ്ടാവണം എന്ന കാര്യം തീരുമാനിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു 2 GB അല്ലെങ്കിൽ ഒരു 1 GB പാർട്ടീഷൻ ഉണ്ടാക്കുന്നതെങ്കിൽ ആ സമയത്ത് എത്ര ക്ലസ്റ്റർ ഉണ്ടാവണം, എത്ര സെക്ടർ ഉണ്ടാവണം എന്നൊക്കെ ആരെ തീരുമാനിക്കുന്നത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതെങ്ങനെയൊക്കെയാണെന്ന് വരുന്നതെന്ന് നമുക്ക് ഫാറ്റ് പറയുന്ന സമയത്ത് പറയാം. ഓക്കെ, ഇത്രയാണ് ട്രാക്ക്, സെക്ടർ, ക്ലസ്റ്റർ എന്ന് പറയുന്നത്. ഇനി സിലിണ്ടർ എന്താ നോക്കാം. എന്താണ് സിലിണ്ടർ? എ സിലിണ്ടർ ഈസ് എനി സെറ്റ് ഓഫ് ഓൾ ഓഫ് ട്രാക്ക് ഓഫ് ഈക്വൽ ഡയമീറ്റർ ഇൻ എ ഹാർഡ് ഡിസ്ക് ഡ്രൈവ്. അതായത് നമ്മൾ സെൻറ്ററിൽ നിന്ന് നോക്കുകയാണെങ്കിൽ, സെൻറ്ററിൽ നിന്ന് ഔട്ടറിലേക്ക് വരുന്ന സമയത്ത് ഈക്വൽ ഡയമീറ്ററിലുള്ള
സെൻറ്ററിൽ നിന്ന് ഈക്വൽ ഡയമീറ്റർ, അപ്പോൾ നമ്മൾ 3 അല്ലെങ്കിൽ 4 പ്ലേറ്റുള്ള ഒരു ഹാർഡ് ഡിസ്ക് ആണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ 4 പ്ലേറ്ററിനും ഒരേ ഡയമീറ്റർ ആയിരിക്കും എല്ലാ പ്ലേറ്റിനും ഉണ്ടാവുക. അപ്പം ഓരോ ട്രാക്ക് നമുക്ക് ഡിഫറെൻ്റ് ഡയമീറ്റർ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഡയമീറ്ററിലുള്ള ട്രാക്ക്, ഒരു ഹാർഡ് ഡിസ്കിലെ ട്രാക്ക്, അതുപോലെ താഴത്തെ ഹാർഡ് ഡിസ്കിലും അതേ ഡയമീറ്റർ ട്രാക്ക് ഉണ്ടായിരിക്കും, അതിന് താഴെയുള്ള ഹാർഡ് ഡിസ്കിലും അതേ ഡയമീറ്റർ ട്രാക്ക് ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള എല്ലാ ട്രാക്കുകളും ചേർന്നുണ്ടാക്കുന്ന ഒരു വിർച്വൽ സിലിണ്ടറാണ് എന്ത് പറയുക, വിർച്വൽ ആയിട്ടുള്ള സ്ട്രക്ചറിനാണ് ഇത് വിളിക്കുന്നത് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരേ ഡയമീറ്ററിലുള്ള ഡിഫറെൻ്റ് ട്രാക്കുകൾ ചേർന്നുണ്ടാക്കുന്ന ഒരു സ്ട്രക്ചർ, ലോജിക്കൽ സ്ട്രക്ചറാണ് എന്ത് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, 4 പ്ലേറ്ററുള്ള 600 ട്രാക്കുള്ള പ്ലേറ്ററുകൾ. ഓക്കെ, 600 ട്രാക്കുകളുള്ള 4 പ്ലേറ്റർ ആണെങ്കിൽ എത്ര സിലിണ്ടർ ഉണ്ടായിരിക്കും? അതിൽ 600 സിലിണ്ടർ ഉണ്ടായിരിക്കും. പക്ഷേ ഓരോ സിലിണ്ടറിൽ എത്ര ട്രാക്ക് ഉണ്ടായിരിക്കും? 8 ട്രാക്ക് ഉണ്ടായിരിക്കും. അതായത് താഴെ മുകളിലും ഓരോ ട്രാക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു പ്ലേറ്ററിനകത്ത് 2 ട്രാക്ക്, താഴെ മുകളിലും ഒരേ ഡയമീറ്ററുള്ള 2 ട്രാക്കുകൾ, അതുപോലെ 4 പ്ലേറ്റർ, അങ്ങനെ 8 ട്രാക്കുകളുള്ള 600 സിലിണ്ടറുകളുള്ള ഒരു ഹാർഡ് ഡിസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. 600 സിലിണ്ടറുള്ള 8 ട്രാക്കുള്ള 600 സിലിണ്ടറുള്ള ഒരു ഹാർഡ് ഡിസ്ക് ആണെന്ന് പറയാം. ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ ട്രാക്ക് വൈസ് ട്രാക്കാണ് എന്ത് സംഭവിക്കുന്നത്? ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. ഒന്നുകൂടെ മാറ്റി പറയാണ്, സിലിണ്ടർ വൈസ് സിലിണ്ടറാണ് ശരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഒരു പ്ലേറ്റ് മാത്രമുള്ള അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണ് വിചാരിക്കുക. ഒരു പ്ലേറ്ററുള്ളൂ, ആ പ്ലേറ്ററിൻ്റെ മുകൾ ഭാഗത്ത് മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമേ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? ട്രാക്ക് വൈസ് ട്രാക്ക് ആയിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒന്നിൽ കൂടുതൽ പ്ലേറ്ററുള്ള ഹാർഡ് ഡിസ്ക് ആണ്. ആ സമയത്തിന് സംഭവിക്കും, സിലിണ്ടർ വൈസ് സിലിണ്ടർ ആയിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത്. അതായത് ഒരു സിലിണ്ടർ ഔട്ടർ സൈഡിലുള്ള, ഏറ്റവും ഔട്ടർ മോസ്റ്റ് സൈഡിലുള്ള 0th സിലിണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിലിണ്ടറിൽ ആദ്യം ഡാറ്റ സ്റ്റോർ ചെയ്യും, പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഇന്നർ സൈഡിലേക്ക് വന്ന് അങ്ങനെ ഡാറ്റ അക്യുമുലേറ്റ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇത്രയാണ് ട്രാക്ക്, സെക്ടർ, ക്ലസ്റ്റർ ആൻഡ് സിലിണ്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും അറിഞ്ഞിരുന്നാൽ മാത്രം നമുക്ക് ഫാറ്റ് എന്താണ്, NTFS എന്താണ്, HPFS എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെക്നിക്കൽ ടേം പറയുന്ന സമയത്ത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്കൊന്നുകൂടെ വിശദമായിട്ട് ബാക്കി കാര്യങ്ങൾ, ഫാറ്റ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ.